കുട്ടികളൊക്കെ പല ആൾക്കാരും ഫേസ് ചെയ്തിട്ടില്ലാതെ ജീവിതം ഫെയിലായിട്ടില്ല അവർ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫെയിലാവണം. അവിടെ നമ്മൾ മനസ്സിലാക്കുക, റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. റിയാക്ഷനാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വേറൊരാളുടെ പെരുമാറ്റത്തിനനുസരിച്ച് വേറൊരാൾ നമ്മളോട് സംസാരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവുക ചെയ്യുന്നത്. സാധാരണ ആൾക്കാർ അതാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹയർ ലെവലുള്ള ആരെങ്കിലും റോഡിൽ കിടന്ന് വഴക്ക് പിടിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു ലെവലിൻ്റെ മുകളിലേക്ക് എത്തിയ ആൾക്കാരെ സംബന്ധിച്ച് അവരോട് എത്രയോ ആൾക്കാർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അവരെ അഫക്റ്റ് ചെയ്യത്തില്ല. അവരെപ്പോഴാണ് ചൂടാകേണ്ടതെന്ന് അവർ തീരുമാനിക്കും. അതാണ് നമ്മളെപ്പോഴും പല ആൾക്കാരും നമ്മളെ നാട്ടിൽ പറഞ്ഞിരിക്കുന്നത്, എന്നിട്ട് അവനോട് നീ 2 പറയേണ്ടതായിരുന്നു, അവൻ ഇന്നലെ പറഞ്ഞു നീ കേട്ടോണ്ട് നീ ശരിയായില്ല, നീ 2 പറയേണ്ടതായിരുന്നു പറഞ്ഞു. എപ്പോഴും സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളെ സംബന്ധിച്ച് നമ്മളെപ്പോൾ പറയണം, എങ്ങനെ പറയണം, നമ്മൾ തീരുമാനിച്ച് അളന്ന് തൂക്കി മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളോട് റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക എന്നതിന് പറയുന്നത്. റെസ്പോണ്ട് ചെയ്യണം, റിയാക്ട് ചെയ്യരുത് എന്ന് പറയും. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരാണ് റിയാക്ട് ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവർ ആലോചിച്ച് ഓക്കെ ഇവർക്ക് ഒരു മറുപടി പറയേണ്ടതാണ് എന്ന് തീരുമാനിച്ചെടുത്ത് ഡിസിഷൻ എടുത്തിട്ട് പറയുന്നതിനാണ് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇൻസ്റ്റൻ്റായിട്ട് അന്നേരം തോന്നുന്ന പോലെ നമ്മൾ പറയുന്നതിനെ റിയാക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഓൺട്രപ്രണറായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും റിയാക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുക. അതായത് രണ്ടും വളരെ ഡിഫറൻ്റാണ്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വലിയ ടീം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ ടീം ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിറ്റലപ്പള്ളി കൊച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് 95% കാര്യങ്ങളും സെയിമാണ്. ഒരു 5% കാര്യങ്ങൾ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ 5%ത്തിലാണ് 95% ഇരിക്കുന്നത്. എനിക്കറിയാവുന്ന ധാരാളം കഴിവുകളും ടാലൻറ്റുകളുള്ള ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരുണ്ട്. പക്ഷേ അവർ കരിയറിൽ ഫെയിലിയറാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രമേ പറ്റുള്ളൂ. ടീം പെർഫോമൻസ് അവർ ഫെയിലായി പോകും. അവർക്ക് ഒത്തിരി നോളജ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ അവർക്കറിയാം, അവർ പറയുന്ന പലതും ഇതാണ്. പക്ഷേ ഒത്തിരി വായിക്കും പഠിക്കും ഒക്കെ ഉണ്ടെങ്കിലും പീപ്പിൾ മാനേജ്മെൻറ്റ് ഏരിയ വരുമ്പോഴത്തേന് അവർ ഫെയിലിയർ ആവും. അതായത് നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിങ് ചെയ്യാൻ ആരും വേണ്ട, നമ്മൾ മാത്രം മതി. നമ്മൾ ചെസ്സ് കളിയിൽ നമുക്ക് വേണമെങ്കിൽ ലോക ചാമ്പ്യൻ ആവാം. പക്ഷേ ഫുട്ബോൾ കളിയിൽ പറ്റിയില്ല, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയിൽ അത് പറ്റിയില്ല. കാരണം ഫുട്ബോൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഒരു ഫുട്ബോൾ കളിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ടീമിൽ മറ്റാരെങ്കിലും പെർഫോം ചെയ്യുമ്പോഴത്തേന് അവരുമായിട്ട് എത്ര കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും വലിയ ബിസിനസ്സുകാരായിട്ടുള്ള പല ആൾക്കാരും അവർ ഭയങ്കര കഴിവുള്ളവരൊന്നുമല്ല. അവരുടെ കഴിവെന്ന് പറഞ്ഞാൽ ആ കൂടി ടാലൻ്റ് ഉള്ള ആൾക്കാരെ കൊണ്ടു നടക്കാൻ അവർക്കറിയാം. ടാലൻസിനെ അവർക്ക് കൊണ്ടു നടക്കാനുണ്ട്. ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും അവരെ കൊണ്ടു നടക്കാനുള്ള ഒറ്റ കഴിവ് മതി വലിയ ബിസിനസ്സുകാരനാണ്. നമുക്കെല്ലാ കഴിവുകളും ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും വലിയ കഴിവ് അപ്പോൾ ഏതാണ്? കൂടുതൽ ആൾക്കാരെ കൊണ്ടു നടക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും അൺഫോർച്യുനേറ്റ്ലി ഒരു കോളേജിലോട്ട് പഠിപ്പിക്കുന്നുമില്ല, ഒരു കോളേജിലും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. അത് പഠിക്കാൻ പറ്റുന്നത് ആ നല്ല പീപ്പിൾ സ്കില്ലുള്ള ആൾക്കാർ എങ്ങനെയൊക്കെ സംസാരിക്കുന്നു, ഏത് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എത്ര ലൈറ്റായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നു, എപ്പോഴും നമ്മൾ പഠിച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ചില ആൾക്കാരുടെ കമ്മ്യൂണിക്കേഷൻ അവരത് വിശ്വസിക്കുന്നത് ഞാൻ ഭയങ്കര പോസിറ്റീവാണെന്നാണ്. ഒത്തിരി ആൾക്കാർ അങ്ങനെ വിചാരിക്കും. നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ഉണ്ട്. അവർ പറയുന്നത് വേറെ ആൾക്കാർ നെഗറ്റീവ്, അവനോട് സംസാരിക്കണം, അവൻ നെഗറ്റീവാണ്, മറ്റവൻ നെഗറ്റീവ്, ഞാനിങ്ങനെ പോസിറ്റീവ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഈ മറ്റവൻ നെഗറ്റീവാണെന്ന് പറയുന്നതിന് നമ്മൾ നെഗറ്റീവാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ നെഗറ്റീവ് ആയതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ അവർ നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഈ മറ്റ് വ്യക്തികളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും വലിയ സ്വപ്നങ്ങളുള്ളവർ എപ്പോഴും പുതിയ പ്രൊജക്റ്റുകളെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്, ഗ്രോത്തിനെ കുറിച്ചായിരിക്കും. അവർക്ക് ആൾക്കാരെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ആൾക്കാരെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അടിസ്ഥാനപരമായിട്ട് അവർ തന്നെ നെഗറ്റീവാണെന്ന് അവർക്കറിയാൻ മേല.